അർജുൻ, ACC ആസ്ഥാനത്ത് വലിയ ആഘോഷങ്ങൾക്ക് ഒരുക്കമുണ്ട്. അവിടെ പക്ഷേ എക്സിറ്റ് പോളുകളുടെ പിന്തുണയില്ല. പക്ഷേ എക്സിറ്റ് പോളുകളുടെ പിന്തുണയോടുകൂടി മൂന്നാം തവണ മോദി എന്ന വലിയ ആവേശത്തോടു കൂടി ഒരു വലിയ ആഘോഷ കൊടുമുടി അല്ലെങ്കിൽ ഒരു വലിയ ആഘോഷ കൊടുങ്കാറ്റ് അതിനുള്ള മുന്നൊരുക്കത്തിലായിരിക്കാം ഒരു പക്ഷേ BJPയുടെ ആസ്ഥാനം, അല്ലേ? അത് ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 10 വർഷത്തിന് ഉള്ളിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ BJP ആസ്ഥാനത്തിന്റെ മാറ്റമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ 400-ലധികം എന്നതാണല്ലോ BJPയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് ഇപ്പോൾ മധുരം ബൂന്തി 400 കിലോയിലധികം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രവർത്തകർക്കും. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഈ വിജയം വന്നതിന് ശേഷം, പ്രഖ്യാപനത്തിന് ശേഷം നൽകാനായിട്ട് തകൃതിയായിട്ട് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പാചകം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ അതാ ഗോതമ്പ് കുഴയ്ക്കുന്നു, അവിടെ പൂരി ഉണ്ടാക്കുന്നു. അങ്ങനെ അതിരാവിലെ തൊട്ട് തന്നെ ആളുകൾ ഇവിടെ ഒരുപാട് എത്തി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഒരു 11 മണിയോടടുത്ത് തന്നെ ആളുകളെ എത്തിക്കോളൂ എന്ന് കാര്യം പറഞ്ഞിട്ട്, കാരണം അപ്പോഴേക്കും ഒക്കെ ഒരു ഫലപ്രഖ്യാപനത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആര് എങ്ങോട്ട് മറിയും ഈ രാജ്യം, ആര് ഭരിക്കുമെന്നുള്ളൊരു ഐഡിയ കിട്ടുമെന്നുള്ള കാര്യം പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നു. 11-12 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് ഇരച്ചെത്തുന്ന പ്രവർത്തകർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള മധുരം, അതും പലതും 400 കിലോയിലധികം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിർത്താതെ ഗ്യാസ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് തന്നെയാണ് എന്തായാലും BJP ആസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് എക്സിറ്റ് പോളിന്റെ ആ ഒരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ എവിടെയെങ്കിലും ഹിന്ദി ഹൃദയഭൂമിയും ഉത്തരേന്ത്യയും ഇത്തവണയും കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ ജഗനെ മലർത്തിയടിക്കാമെന്നുള്ള പ്രതീക്ഷ. കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ ചർച്ചയാകില്ല, അവിടെയും സീറ്റുകൾ നേടും. തമിഴ്നാട്ടിലും ഒപ്പം തന്നെ